ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഫ്രാൻസ് കസ്റ്റംസ്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വോക്സ് വാഗൻ പോളോ ആണ്. അപ്പോൾ അത്യാവശ്യം ഹൈലി മോഡിഫൈ സെക്ഷൻ എന്ന് കാര്യമായിട്ട് പറയാൻ പറ്റില്ല. എൻജിൻ സൈഡാണ് മെയിൻലി കൺസേൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു വണ്ടിയിൽ. പിന്നെ ഒരു പക്ക എന്താ പറയുക, ഒരു ട്രാക്ക് സ്പെക്ക് കാറാണ് ഇത് ബിൽഡ് എടുത്തിട്ടുള്ളത് മെയിൻലി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ട് തന്നെ നമുക്ക് നല്ല മുഹൂർത്തം കുറിച്ച് ഫ്രണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഒരുപാട് പറയാനുണ്ട് ഈ വണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ പെട്ട മെയിൻ ഹൈലൈറ്റ്സ് ആണ് ഇതിൻ്റെ ഈ പറയുന്ന മേലെയുള്ള റൂഫ്, ഈ ബോണറ്റ്, സൈഡ് ഫെൻഡർ, ബമ്പർ അടക്കം ഒറിജിനൽ കാർബൺ ഡിപ്പിംഗ് ആണ് വരുന്നത്. ഇതിൽ ഒരു അംശം പോലും സ്റ്റീലിൻ്റെ ഒരു അംശം പോലും ഈ പാർട്സിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വണ്ടി വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഡിപ്പിങ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും ഹൈലി എൻജിൻ സൈഡിൽ കുറച്ചും കൂടി പവർ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. അത് ചെയ്തിട്ടുള്ളത് J7 പെർഫോമൻസ്, അതായത് നമ്മൾ വരാൻ പോകുന്ന നമ്മൾ ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നമ്മളെ ലോഗോ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ 2-3 പേര് ചോദിച്ചിട്ടുണ്ട് ലോഗോയുടെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കലും ട്രാക്ക്, അതായത് ഡ്രാഗ് റേസിനൊക്കെ പോകുന്ന വണ്ടികൾ, അതായത് ഓരോ വണ്ടി ഓരോ പർപ്പസ് അനുസരിച്ചായിരിക്കും ട്യൂൺ ചെയ്യുക. അപ്പോൾ ഇതിന് താങ്ങാവുന്നതിനേക്കാളും അപ്പുറം നമ്മൾ ഇതിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ അത് ഘടകങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്യൂണിങ്ങിൻ്റെ കേസിൽ ആ ഒരു ഇതായതുകൊണ്ട് നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ബാലൻസ് ചെയ്യാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കാർബൺ ഡിപ്പിങ് വെച്ചിട്ട് കുറേ സ്റ്റീൽ എടുത്തുകൊണ്ട് സ്റ്റീലിൽ നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഒരു അംശം പോലും നമ്മൾ ഈ പാർട്സിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ ലോഗോ കൺസേൺ ചെയ്യാത്തത്. കാരണം ലോഗോയുടെ ആവശ്യമില്ല. അത് ഒരു ആ വ്യക്തിയുടെ താല്പര്യത്തിന് വണ്ടീൻ്റെ ഫുൾ സ്പെക്ക് മാറ്റുകയാണ്. അതായത് ഇതിലിപ്പോൾ കമ്പനി തരുന്ന എൻജിൻ ഒന്നുമല്ല, ഒക്കെ സ്വാപ്ഡ് ആണ്. എൻജിൻ സ്വാപ്പാണ്. എല്ലാ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതിൽ ബോഡി മാത്രമേ വോക്സ് വാഗൻ്റെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ബോഡിയിലും നമ്മൾ ഈ പറയുന്ന ബോണറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്പിങ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് മാറ്റിയിട്ടുണ്ട്. സംഭവം ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. ബട്ട് നമ്മളീ പറഞ്ഞല്ലോ, വണ്ടി ടോട്ടൽ ഇപ്പോൾ വോക്സ് വാഗൻ അല്ല. അതുകൊണ്ട് ഇതിനൊരു ബ്രാൻഡിങ് എന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കമ്പനി പേര് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് സത്യം പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അറിയാത്തവർ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കുന്നുണ്ടാവുക ഈ ഒരു വീലിൻ്റെ സെക്ഷനായിരിക്കും. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീലിൻ്റെ കാര്യത്തിലും ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഈ വീൽ നമ്മൾ യൂറോപ്പിൽ നിന്ന് Z പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ അടുത്ത് നിന്നാണ് ഈ 2 വീൽ നമ്മൾ മേടിച്ചിട്ടുള്ളത്. ലെൻസോടെ വീല് പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ഈ ഫ്രണ്ടത്തെ വീലിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഹോൾസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ നിന്നാൽ മനസ്സിലാക്കാം, നോക്കാം. ഒരു കുറച്ചും കൂടി പുറത്തേക്ക് തള്ളി നിന്നിട്ടാണ് ഈ ഒരു എലമെൻറ്റ് ഇവിടെ കീപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതെന്താ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ, വോക്സ് വാഗൻ കൊടുക്കുന്നതിനേക്കാളും ഹോഴ്സ് പവർ ഇതിന് കൂടുതലാണ്. അതായത് ഐ തിങ്ക് ഒരു 1695 സംതിങ് ആണ് ഇതിൽ ഹോഴ്സ് പവർ വരുന്നത്. അതിൽ എന്താ പറയുക, 420 അങ്ങനെ എന്തോ ആയിരുന്നു നമ്മൾ ടെസ്റ്റ് നടത്തിയപ്പോൾ ലാസ്റ്റ് സ്പീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ 400 കയറുന്നത് തന്നെ വിത്തിൻ 30 സെക്കൻഡിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ 400 കവർ ചെയ്ത് പോകുന്നത്. 490 അങ്ങനെ എന്തോ 500 എബോ ആയിരിക്കും ലാസ്റ്റ് വരിക. നമ്മളൊരു ട്രാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയ റിസൾട്ടാണത് ഈ പറയുന്ന എന്താ പറയുക 400. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ദെൻ
പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ പിന്നെ ഇതിന് മെയിൻ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിന് ബ്രേക്ക് പാഡ്സ് ആണ്. ബ്രേക്ക് പാഡ്സ് നമുക്ക് ബ്രംബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള മിക്ക പാർട്സും ഗൈസ് ഞാൻ പറയാം. ഈ അലോയ് വീൽസ് ആണെങ്കിലും ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് അതിലൊന്നും ഒരു കോംപ്രമൈസ് വരുത്താൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആരാണ് ഓടിക്കുന്നത് ജീവൻ കൊണ്ട് വായുന്ന പാച്ചിൽ തന്നെയാണ് ഇതിപ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ റേസിനാണ് നമ്മൾ ബിൽഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് നമ്മൾ പറഞ്ഞ പോലെ ബ്രംബോയുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ തന്നെ അതായത് ഇതിൻ്റെ ബാക്കിൽ ഡ്രമ്മ വരിക, അത് നമ്മൾ ഡിസ്ക് ആക്കിയിട്ടുണ്ട്. അതിൽ എന്താ പറയുക, ബ്രേക്കിംഗ് സിസ്റ്റത്തിന് തന്നെ ഏതാണ്ട് 80K എബോവ് റേറ്റ് ആയിട്ടുണ്ട്. കാരണം ഇമ്പോർട്ടഡും പോരാത്തതിന് അത്യാവശ്യം ഹൈലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ. പിന്നെ ഈ ഫ്രണ്ടത്തെ വീല് ഞാൻ പറഞ്ഞ പോലെ എയറോഡൈനാമിക്കിൻ്റെ വീലാണ്, ലൈറ്റ് വെയ്റ്റ് വീലാണ്. നമുക്ക് വേറെ സീനോ കാര്യങ്ങളോ, അതായത് ഈ ഫ്രണ്ടത്തെ വീല് ഈ ഹോൾസ് കൂടെ നമുക്ക് ഈ ഹോൾസ് നേരെ മറിച്ച് ഇതുപോലത്തെ ഒരു വീലാണ് ഫ്രണ്ടിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകുമ്പോൾ നമ്മളെ ബ്രേക്കിന് ഡിസ്ക് പെട്ടെന്ന് ഹീറ്റായിട്ട് അത് അങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണമുണ്ട്. അതായത് നമ്മളെ ബ്രേക്കിങ്ങിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾക്കൊക്കെ അത് ഏൽക്കും. ആ ഒരു ഒറ്റ പിടുത്തത്തിൽ, അതായത് ഈ ട്രാക്ക് എന്ന് പറയുമ്പോൾ ട്രാക്കിലൊക്കെ ഓടിക്കുമ്പോൾ റേസിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു വളവ് സെക്ഷനൊക്കെ വരുമ്പോൾ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഇത് അത്യാവശ്യം ഹെവി ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആ പിടുത്തത്തിൽ തന്നെ നമുക്ക് ഭയങ്കര ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എയറും കൂടി ഇതിൽ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഹീറ്റിംഗ് നമുക്ക് അതായത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ പിന്നെ ലെൻസോടെ വീലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലെൻസോടെ 18 ഇഞ്ച് വീൽസാണ് നമ്മളിതിൽ ബാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ബാക്ക് ഡിക്കും നമ്മൾ കാർബൺ ഡിപ്പിങ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പോയിലർ ഭാഗമൊക്കെ നമ്മൾ കാർബൺ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ മെയിൻലി വേറെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് പറയാനില്ല. ബാക്ക് പക്ക സ്റ്റോക്കാണ്. ഈവൻ ബമ്പറാണെങ്കിൽ പോലും നമ്മളത് സ്റ്റോക്കിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് കസ്റ്റം മെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം പണിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറച്ച് ടൈം എടുത്തിട്ടാണ് ആ ഒരു സംഭവം, ആ ഒരു പെർഫോമൻസ് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കിട്ടാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് നമ്മൾ മാക്സിമം. ഈ വണ്ടിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ ഗെയിമിൽ ഇപ്പോൾ നമുക്ക് ഒരു അറൗണ്ട് 2 വീക്സിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. കാരണം പെർഫോമൻസ് സൈഡ് നമുക്ക് ഒരുപാട് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ യൂസ് ചെയ്തിട്ടുള്ളത് BC റേസിംഗ് കോയിലോസാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മെയിൻലി ഒരു ഡ്രാഗ് സ്പെക്ക് എന്നുള്ള നിലക്കാണ് നമ്മൾ വണ്ടി കസ്റ്റം ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അതിൽ ഈ ടോട്ടൽ ഓവറോൾ ലുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി എത്രത്തോളം ക്ലീൻ ആയിട്ടാണ്. നമ്മളൊരു അത്യാവശ്യം കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്ക് കാർ എന്നൊക്കെ പറയുമ്പോൾ സ്റ്റിക്കർ കൊണ്ട് അൽക്കുലത്തെ കളികളൊക്കെ ആയിരിക്കും കളിച്ചിട്ടുണ്ടാകും. നമ്മളത് ഇല്ലയെന്നല്ല, പക്ഷെ പക്ക നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ റേസിനൊന്നും ഇറക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും വർക്ക് ഇതുമായിട്ട് അതായത് റേസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ വർക്ക്സ് JS7 ML കോൺസെപ്റ്റ്സും ആണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ JS7 പെർഫോമൻസ് സൈഡാണ് ഈ വണ്ടിയുടെ ടോട്ടൽ കൂടുതലും പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് സൈഡാണ് ഏറ്റവും എന്താ പറയുക ടാസ്ക് പരിപാടി അതായിരുന്നു. അതായത് ഈ പറഞ്ഞ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു HP മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഓരോ സംഭവങ്ങളും ഓരോ പല ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും നമ്മൾ എന്താ പറയുക ഒരു കോംപ്രമൈസ് നമ്മൾ ഈ വണ്ടിയിൽ വരുത്തിയിട്ടില്ല. JS7 പെർഫോമൻസ് ആ ഒരു ബാഡ്ജിങ് സ്റ്റിക്കേഴ്സൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ RSLSത്തിൻ്റെ പേജിലേക്ക് DM ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം. ബൈ.